C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അല്ല, അമരാവതിയിൽ പോയിട്ട് വന്ന കാര്യമൊന്നും സുധേട്ടൻ പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ സുധേട്ട? അവിടെ ചെല്ലുന്നിടം വരെ സത്യം പറഞ്ഞ എന്റെ ചങ്ങ് പടപട ഇരിക്കുകയായിരുന്നു. ഒടുവിൽ ഹരികുമാരൻ നായർ അത് പറഞ്ഞപ്പോഴാ എന്റെ മനസ്സൊന്ന് തണുത്തത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. DKയുടെ ഭാര്യയുടെ അനിയത്തിയുമായിട്ട് ഒരു ബന്ധം, അതാ അവർക്ക് വേണ്ടത്, അത് മാത്രം. ബാക്കിയൊക്കെ സാധാരണ കാര്യങ്ങളായി അദ്ദേഹം തള്ളിക്കളഞ്ഞു. പിന്നെ ആഘോഷത്തോടെ കല്യാണം നടത്തണമെന്ന നമ്മുടെ മരുമകന്റെ പ്ലാൻ. എന്റെ ഭഗവതി, എപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്? ആ തെണ്ടി എന്റെ കൈ കിട്ടിയ വെട്ടിക്കീറിഞ്ഞ. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ. ആശാലത ആരാണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. അവന്റെ മുമ്പിൽ അന്തസ്സായിട്ട് എന്റെ മകള് ജീവിക്കണം. അങ്ങനെയൊന്നും നമ്മുടെ മോളെ ഈശ്വരൻ കൈവിടില്ല സുധേട്ട. പക്ഷേ എന്റെ മകളെ ഈശ്വരൻ കൈവിട്ടല്ലോ ആചാരതെ. വിവാഹിതയായി ഇളയ മകൾ ഈ വീടിന്റെ പടിയിറങ്ങുമ്പോ ജീവിതം നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന മൂത്ത മകളെ സ്വീകരിക്കേണ്ടെന്ന് ഗതികെട്ടൊരച്ഛനായി പോയില്ലേ ഞാൻ. എന്തായാലും ഫോൺ എടുത്ത് സംസാരിക്കും. ഹലോ ഹിറ്റ്ലർ, നീ ഇതെവിടെയാ? റെസ്റ്റോറന്റിൽ നിന്ന് ആരോടും പറയാതെ എങ്ങോട്ടാ പോയത്? അയ്യോ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇങ്ങനെ ചോദിക്കില്ല ചേട്ടാ. ഏട്ടനിപ്പ എന്താ അറിയണ്ടേ? ഞാൻ എവിടെ പോയെന്നല്ലേ? അത് തന്നെയല്ലേ ഞാനിപ്പം മലയാളത്തിൽ നിന്നോട് ചോദിച്ചത്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എന്റെ കൂടെ ചിത്രയും ഉണ്ട്. അർജുന ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഉത്തരവാദപ്പെട്ട ഒരു കാര്യം ഏറ്റെടുത്ത് വെച്ചിട്ട് അത് കളഞ്ഞിട്ട് ഇറങ്ങിപ്പോവാൻ നിന്നോട് ആര് പറഞ്ഞു? അയ്യോ ആരും പറഞ്ഞതല്ല. പക്ഷേ ചേട്ടനും കൂടി ഗുണമുള്ളൊരു കാര്യത്തിനാ ഞങ്ങളിപ്പോ പോകുന്നത്. എന്ത് കാര്യം? അതൊക്കെ നേരിട്ട് പറയാം. ചിലപ്പോ തിരിച്ചു വരുമ്പോ ചേട്ടനൊരു സർപ്രൈസ് കാണും. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതൊക്കെ നേരിട്ട് കണ്ടെങ്കിൽ മനസ്സിലാക്കിയാ മതി. അപ്പൊ ശരി, ഞാൻ വെക്കട്ടെ. ശ്രീഭദ്രകാളി ഗുണ്ടാസംഘത്തിന്റെ CEO ആണ്. CEO. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. പറഞ്ഞ പണം കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ച പണം എണ്ണ നോക്കണ. ഞാൻ നിനക്ക് എണ്ണാനറിയില്ലല്ലോ. വാങ്ങണം. മൂന്നിരിയടാ. ഇങ്ങോട്ട് നോക്കടാ. എനിക്കൊരു എക്സ്പ്ലനേഷനും കേക്കണ്ട.
നീ തരേണമായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ? നിന്നോട് ആര് പറഞ്ഞു അവന്മാരെ പിടിച്ചോണ്ട് പോയി അവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കാൻ? ഹൂ അറിയൂ? കുലാൻ ദേവിയോ? പോയ പോക്കിൽ അവന്മാരെല്ലാരും കൂടെ നിങ്ങളെ വലുതും ചെയ്തിരുന്നെങ്കിലോ? അമ്മ, അവന്മാരെ പോലീസ് കമ്മീഷണറെ ഏൽപ്പിക്കാൻ ഞാൻ പറഞ്ഞതാ. അപ്പൊ അമ്മയുടെ മോന് അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചു. അനിയനും കൂട്ടി രണ്ടെണ്ണത്തിനെയും തൂക്കിയെടുത്തൊരൊറ്റ പോക്ക. ആ മുറിവേറ്റ ഭാഗമൊന്നും ശരിക്കും ഉണങ്ങിയിട്ട് പോലുമില്ല. പോകണ്ടെന്ന് പറഞ്ഞപ്പോ വാശി. എന്റെ ദൈവമേ, പോയ വഴിക്കിനി അവന്മാര് രണ്ടെണ്ണത്തിനും കൂടി ചവിട്ടിക്കൂട്ടിയോന്ന് ആർക്കറിയാം. ഓ, അമ്മയുടെ മൂത്ത മോനുണ്ടല്ലോ, നല്ല വള്ളിച്ചൂരിൽ വെച്ച് അടിച്ച് ശരിയാക്കുക വേണ്ടത്. ബേട്ടി, നീ ഇങ്ങനെ വയലന്റ് ആവാതെ നീ കുറച്ച് സൈലന്റ് ആവ്. നമുക്ക് സംസാരിച്ചെല്ലാം ശരിയാക്കാം. എന്ത് ശരിയാക്കാന്നാ? ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ഇങ്ങോട്ട് വരട്ടെ. സൂക്ഷിച്ചു വിട്. വാ. വിട്. ഓ, അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് അതിന് DK എന്നൊരു പേരും. ആ കമ്മീഷണറെ വിളിച്ച് അവന്മാരെ ഏൽപ്പിച്ച പോരായിരുന്നോ? ആണുങ്ങളായാലേ ഭാര്യമാര് പറയുന്നത് കുറച്ചെങ്കിലും ഒന്ന് അനുസരിക്കണം. എന്താന്നും മിണ്ടാത്ത? ഈ വയ്യാത്ത കോലത്തിൽ അവിടെ വരെ പോവേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തിനിങ്ങനെ നോക്കുന്നേ? എന്നെങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഒറ്റ വീക്ക് വെച്ചര വേണ്ടത്. മനുഷ്യനായോ പറഞ്ഞോ അനുസരിക്കണം. ഇതെങ്ങനെയാ? അസിലും പിടിച്ചോണ്ട് നടന്നോളൂ. അത് മാത്രം കൊള്ളാം. പോയ ആർക്കും നഷ്ടം? എനിക്ക് മാത്രം. അത് പറഞ്ഞാൽ മനസ്സിലാവോ? എന്നാ കഴിക്ക്. എന്റെ മനുഷ്യ, ഈ മുറിവ് ഇനിയും കരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? അവന്മാരെ നിങ്ങൾ തന്നെ അവിനാശിന്റെ കൈ കൊണ്ടു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവൻ അവരെ രക്ഷിക്കില്ല ചേട്ടാ. അല്ലെങ്കിലും പറഞ്ഞിട്ടെന്താ കാര്യം? കുശിനിക്കാർക്ക് ഇത്രയും ബുദ്ധിയല്ലേ കാണുള്ളൂ. എന്നെ കെട്ടാൻ പോകുന്ന ചെക്കന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞടോ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു. ഇതുവരെ സംഭവിച്ചതെല്ലാം ആ ചെക്കനോട് ഞാൻ തുറന്നു പറഞ്ഞു. ഭാഗ്യം. അപ്പൊ അത് തീർന്നു കിട്ടി? ഇല്ലടോ, അവൻ എന്നോട് ക്ഷമിച്ചു. എന്നെ തന്നെ കെട്ടാൻ അവൻ അങ്ങ് തീരുമാനിച്ചു. അവനെ കെട്ടി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നല്ല അന്തസ്സായിട്ട് ജീവിക്കും. തല ഉയർത്തി ജീവിക്കും. താൻ പേടിപ്പിക്കുമ്പോ പേടിക്കാൻ ഇത് പഴയ പ്രിയല്ല. കൊള്ളാം പ്രിയമോളെ, നീ ഇപ്പഴാ ജ്യോതിയുടെ അനിയത്തിയായത്. അതേ ശൗര്യം. പക്ഷേ ഒരു കുഴപ്പം പറ്റി മോൾക്ക്. മോള് വെല്ലുവിളിച്ചത് ഈ എന്നെയാ. അത്രയ്ക്ക് ചങ്കൂറ്റത്തോടാവും നിന്നെ താലി കെട്ടിയ ആദ്യ രാത്രിക്ക് മുൻപ് അവന്റെ ശവോടൊക്കെ ഞാൻ നടത്തും. ഇത് ഭീഷണിയല്ല. ഇഷ്ടപ്പെട്ടു. എനിക്ക് നിങ്ങളുടെ ഈ പ്രകടനം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഇനി ഒരു തവണ കൂടി നമ്മൾ കാണും. എന്റെ കയ്യിൽ ആ സമയം ഒരു കത്തി ഉണ്ടാവും. കുരവള്ളി അറുത്ത് കൊല്ലുന്നുണ്ട് ഞാൻ. ഇതൊരു പെണ്ണിന്റെ ഉള്ളിൽ നിന്നും വന്ന ഉറച്ച വാക്ക. അതിനൊരു മാറ്റവും വരില്ല. അല്ല, നിനക്കെന്തു പറ്റി? ആകപ്പാടൊരു മാറ്റം. എനിക്കൊരു മാറ്റവും ഇല്ല. DK കാര്യങ്ങളൊക്കെ അറിഞ്ഞേ ചെയ്യും. ഇപ്പൊ തന്നെ ജ്യോതിയെ ഹോട്ടലിന്റെ ചുമതല ഏൽപ്പിച്ചത് കണ്ടില്ലേ?
ഇനി ഇതുപോലെ ഓരോ കാര്യങ്ങളും DK ജ്യോതിയെ ഏൽപ്പിച്ചു തുടങ്ങും. അപ്പൊ പിന്നെ 250 പവനല്ല 500 പവൻ കൊടുത്തു വേണമെങ്കിലും DK കെട്ടിക്കും. അമ്മ ഇന്ന് പോയേ. നീ പോയൊരു ചായ ഇട്ടുണ്ടോ? അതിനെങ്കിലും നിന്നെ ഉപകരിക്കട്ടെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അത് കുഴപ്പം. വലിയ വിവരമുള്ള ഒരു അച്ഛനും മോളും. അച്ഛാ, മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്ത? എല്ലാ സന്തോഷത്തിന്റെ അവസാനം അച്ഛന് ദുഃഖമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഒരച്ഛനും ആ ദുഃഖം സഹിക്കാൻ പറ്റില്ല മോളെ. എന്താ അച്ഛാ? ഒന്നുമില്ല മോളെ. അല്ല, എന്തോ ഉണ്ട്. എന്റെ കല്യാണം തീരുമാനിച്ചപ്പോ മുതല് ഞാൻ കാണുന്നുണ്ട് സന്തോഷത്തിന്റെ ഉള്ളിൽ ഒരു ദുഃഖം. പറയച്ച, എന്നോട് പറ. ഒന്നുമില്ല മോളെ. കല്യാണം കഴിഞ്ഞ് നീയും കൂടെ പോയാല് നിങ്ങൾ പിന്നെ തനിച്ചല്ലേ. അത് ഓർക്കുമ്പോ സങ്കടം. സുധാകരൻ നായരെ, എന്റെ മുൻപിൽ വേല ഇറക്കല്ലേ. സത്യം പറ, എന്റെ കല്യാണം തീരുമാനിച്ചതില് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ? എന്താ അത്? ദേ, സത്യം പറഞ്ഞില്ലെങ്കിലേ ഞാൻ ഈ കല്യാണത്തിന് പിന്മാറുവേ. പറഞ്ഞേക്കാം. മോളെ, DKക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്ത് വാക്ക്? ഈ വിവാഹം DK ഏറ്റെടുത്ത് നടത്താൻ ഒരു കാരണമുണ്ട്. അതൊരു നഷ്ടപരിഹാരമാണ്. നിന്റെ ചേച്ചിയുടെ ജീവിതത്തിന് കിട്ടുന്ന നഷ്ടപരിഹാരം. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അതേ മോളെ, നിന്റെ വിവാഹം നടക്കുന്ന ദിവസം ജ്യോതിയെ ഞാൻ അമരാവതിയെ തിരികെ കൊണ്ടുവരാമെന്ന് DKക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അമരാവതിയിലെ ജ്യോതിയുടെ ജീവിതം അന്നുകൊണ്ട് അവസാനിക്കും. നീ ഭർത്തമതിയാകുമ്പോ അവൾക്ക് ഭർത്താവിന് നഷ്ടപ്പെടും. പിരിഞ്ഞു പോകുന്നതിന് അവൾക്ക് ഭർത്താവ് നൽകുന്ന നഷ്ടപരിഹാരത്തിന്റെ കൂടെ കിട്ടുന്ന ബോണസാണ് നിന്റെ വിവാഹം. അച്ഛൻ ഇതെങ്ങനെ നിന്നോട് പറയാൻ കഴിയും? ഇല്ലച്ച, എന്റെ ചേച്ചിയുടെ ജീവിതം നഷ്ടപ്പെടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ കല്യാണം കഴിച്ചാലല്ലേ അച്ഛന് ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരുള്ളൂ. എനിക്ക് കല്യാണം വേണ്ടച്ച. എന്റെ ചേച്ചി കഴിഞ്ഞുള്ളൂ, എനിക്ക് മറ്റെന്തും. അച്ഛാ, ആ ചെക്കന്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞേക്കും എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന്. മോളെ, എനിക്ക് കല്യാണം വേണ്ട ചേച്ചി. പ്രേമോളെ, ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് എനിക്ക് കല്യാണം കഴിക്കണ്ട. അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞു. എനിക്ക് ജന്മത്തിൽ ഇനി ഒരു വിവാഹ ജീവിതം ഉണ്ടായില്ലെങ്കിലും സാരമില്ല. എന്റെ ചേച്ചി എന്ന് സുമംഗലിയായിട്ട് കണ്ടാ മതി.
അത് മാത്രം മതി എനിക്ക്. പ്രിയമോളെ, എന്റെ ജീവിതം ഈശ്വരൻ വിധിച്ചതാ. ഇന്ന് നമ്മൾ കരുതുന്ന പോലെയൊന്നും നാളെ നടക്കണമെന്നില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്ന വഴിക്ക് ജീവിതം വരില്ല. ജീവിതത്തിന്റെ വഴിക്ക് നമ്മൾ പോയേ പറ്റൂ. മോളെ, നിന്റെ ഈ വിവാഹം ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നോ. ചേച്ചി കാരണം അത് നടക്കുന്നതിൽ പരം സന്തോഷം എനിക്ക് വേറെ എന്താ ഉള്ളേ? വേണ്ട, എനിക്ക് ആ വിധി വേണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ചേച്ചി. ഇനി ആര് നിർബന്ധിച്ചാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. ഹലോ, അയ്യേ, എന്തിനാ ഈ കോലം കെട്ടുന്നത്? കോലം കെട്ടുന്നു? ആര്? ഇത്രയും ആഠ്യത്വമുള്ള എന്റെ മുഖത്ത് നോക്കി കോലം കെട്ടുന്നു എന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? പറയടി. അതെ, ഞാന് ഒന്ന് അമരാവതി വരെ പോകാൻ പോകുക. അവിടെ നീ ചിലപ്പോ ഗോവയിലോ ഡൽഹിക്കോ പോയെന്നും വരും. നിങ്ങൾക്കെന്താ ഭ്രാന്തായോ? ഭ്രാന്താണെന്നൊക്കെ നിനക്കിപ്പോ തോന്നും. പക്ഷേ എന്നെ ഒന്ന് കാണാൻ ഇനി ചിലപ്പോ നീ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ടി വരുവിടി. ആ, കാത്തിരിക്കേണ്ടി വരും. വയസ്സുകാലത്ത് ഓരോരോ ആഗ്രഹങ്ങളെ. അല്ല, നിങ്ങൾ അമരാവതിയിലോട്ട് വലിഞ്ഞേറി പോന്ന എന്തിനാ? ആ, ഞാന് ആ ശിവയുടെ കൂടെ അങ്ങ് കൂടാൻ പോവുക. ആ, അതേതായാലും നന്നായി. അതോടെ നിങ്ങളെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടുമല്ലോ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എടി, ശിവ ഒരു പുതിയ ചാനൽ തുടങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ, അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാനതൊക്കെ സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കും. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് നിങ്ങൾക്കെന്താ കാര്യം? കാര്യമുണ്ട്. ഡീ, ആഹാരവുമായി ബന്ധപ്പെട്ട രുചികൾ തേടി അവൻ ഇന്ത്യ മൊത്തം സഞ്ചരിക്കാൻ പോവുക. അപ്പോ അവനൊരു കൈസഹായി വേണ്ടേ? പിന്നെ എന്തായാലും ഞാൻ അവന്റെ കൂടെ കൂടാൻ പോവുക. അവന്റെ കഷ്ടകാലം. അവന് ഇതിലും വലുത് ഏതാണ്ടോ വരാനിരുന്നതാ. അനിയന്റെ ഏട്ടത്തിയമ്മ, ഏട്ടത്തിയമ്മയുടെ അനിയൻ. ഭ്രാന്താശുപത്രിയിൽ നിന്ന് അവനെ തിരിച്ചുകൊണ്ടുവന്ന സ്നേഹത്തിന്റെ നിറകുടം. അവന്റെ ഭ്രാന്ത് മാറ്റാനുള്ള അവളുടെ പുതിയ അടവായി ഏർപ്പാട്. അവന്റെ ഭ്രാന്ത് ഇവൾക്ക് പകർന്നതാണോന്നാ എന്റെ സംശയം. ഭ്രാന്ത് ഒരു പകരുന്ന അസുഖമാണോ? ആയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രഹസനങ്ങളൊക്കെ കാണിക്കില്ലല്ലോ. എന്തായാലും ഗുരുജിയെ കാണാൻ പോയ ശേഷം എസ്കയുടെ ഭ്രാന്തിന് ഇത്തിരി കുറവുണ്ട്. എന്താ അത് കുറയരുതെന്നാണോ നിങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം? എന്തിനാ മയേച്ചി ഇങ്ങനെ മാറി നിന്ന് കുശുമ്പ് പറയുന്നത്? ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അതിനെ അംഗീകരിക്കല്ലേ വേണ്ടത്? സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരുന്നൂടെ? നിർത്തടി. നീ പറയുന്നത് കേട്ടാ തോന്നും ഈ വീട്ടില് സകല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത് ഞങ്ങളാന്ന്. നീ ജ്യോതിക്ക് എസ്കേക്കും വേണ്ടി സ്തുതി പാടിക്കും, ഞങ്ങളെ അതിന് കിട്ടില്ല. സ്തുതി പാടുകയും കൊട പിടിക്കുകയും ഒന്നും വേണ്ട. പക്ഷെ ജ്യോതി നമ്മുടെ അമ്മായിയമ്മയുടെ സ്ഥാനത്താ. എന്ന് വെച്ചാ നമ്മളെക്കാൾ അധികാരം ഈ വീട്ടിലെ ജ്യോതിക്ക് തന്നെ. അത് മനസ്സിലാക്കി നിന്ന നമുക്ക് തന്നെയാ നല്ലത്. കെ ജ്യോതിയെ എന്തെങ്കിലും ഉപേക്ഷിക്കുമെന്ന് വെറുതെ സ്വപ്നം കണ്ട് നടക്കണ്ട രണ്ടുപേരും. നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഒരു കാലത്ത് നടക്കില്ല. ചിത്ര, എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റില്ല. എന്താ മരുമക്കളെ ഇത്? സ്വന്തം അനുജത്തിയെ എങ്ങനെ ദ്രോഹിക്കാമോ? അത് ചോദിക്കാൻ നീ ആരടി? ഞങ്ങള് തമ്മില് പല വഴക്കുകളും ഉണ്ടാവും. അടുക്കളക്കാരി ആ സ്ഥാനത്ത് നിന്നാ മതി.
അടുക്കളക്കാരി അല്ലടി, അമ്മായി അമ്മ. കുടുംബത്തിനകത്ത് വഴക്കുണ്ടാക്കാൻ നോക്കുന്നുടി. അടിച്ച വഴിയെ പോയില്ലെങ്കിലേ പോയ വഴി അടിക്കണമെന്നാ. ഇനി നിന്നെയൊക്കെ അടിച്ച് നന്നാക്കും ഞാൻ. ഈ അമരാവതിയിൽ എന്റെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ. കണ്ടില്ലേ മാച്ചി ഇവളെന്നെ തല്ലിയത്? മായച്ചി എന്താന്നും മിണ്ടാത്ത? അവള് മിണ്ടില്ല. ഈ കൈയുടെ ചൂട് അവക്ക് നന്നായിട്ട് അറിയാം. ഇനി എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇവളെ ദ്രോഹിച്ച ഇതായിരിക്കില്ല നിനക്കൊക്കെ കിട്ടാൻ പോകുന്ന ശിക്ഷ. പോടി. നിന്നോട് ഇനി ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ നീ എന്നെ വിളിക്കുന്നേ? കാര്യങ്ങൾ അറിയാൻ ഞാൻ ഇത്തിരി വൈകിപ്പോയി. സത്യം പറഞ്ഞ എനിക്കത് കേട്ടപ്പോ വലിയ ദുഃഖം തോന്നി. അല്ല, ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങാന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യം വല്ലോ ആണോ? മിണ്ടരുത് നീ. നീ ഒറ്റ ഒരുത്തം കാരണം ഇതെല്ലാം സംഭവിച്ചത്. ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്ന അമ്മേ? നീ ഒന്നും ചെയ്തിട്ടില്ലല്ലേ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പ്രിയയുടെ കല്യാണം കഴിയുന്ന ദിവസം ജ്യോതിയെ തിരിച്ചു കൊണ്ടുപോരാന്ന് പ്രിയയുടെ അച്ഛൻ DKക്ക് വാക്ക് കൊടുത്തതുകൊണ്ടാ നെഞ്ച് തകർന്നും എന്റെ മോൾ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചത്. ദ്രോഹി, നീ നശിച്ചു പോത്തേ ഉള്ളൂ. അത് ശരി, അയാൾ അങ്ങനെ പറഞ്ഞോ? എന്തൊരു ക്രൂരന നോക്കണേ അയാള്. ഇല്ലമ്മേ, നിർത്ത. ആരാണ് അമ്മ? എന്റെ മുന്നിലെങ്ങാനും നീ വന്ന നിന്നെ വെട്ടി തുണ്ടം ഞാൻ. എന്റെ അമ്മേ, DK ചതിച്ചതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? എടാ, എന്റെ മോൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും കല്യാണം വേണ്ടെന്ന് പറഞ്ഞാ നിൽക്കുന്നത്. അതറിയൂടാ ദ്രോഹി. ഓ, അത് ശരി, അവൾ അങ്ങനെ പറഞ്ഞോ? എന്നാ അത് മറ്റൊന്നും കൊണ്ടല്ലമ്മേ, എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. ഇനിയേലും ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കമ്മേ. ഇനി എന്ത് മനസ്സിലാക്കാൻ? ഇതുവരെ മനസ്സിലാക്കിയെടുത്തോളം ധാരാളം. ഇങ്ങനെ നിരാശപ്പെടല്ലേ എന്റെ അമ്മേ. അല്ല, പ്രിയയുടെ അമ്മേ, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. ഏത് ഡോക്ടറാ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത്? ബഹളം വെക്കാതിരിക്കൂ സർ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി സാറിന്റെ കുട്ടികളെ കണ്ടിട്ടാ ഇങ്ങോട്ട് വരുന്നത്. ഇന്നലെ നിങ്ങൾ കഴിച്ചതിന്റെ പണം കൊടുക്കാതെ ഇവിടെ കിടന്ന് ബഹളം വെച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനൊരു പണി എന്തായാലും വരുമെന്ന്. ഒരസുഖവും ഇല്ലാത്ത സ്വന്തം മക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയിട്ട് ഇവിടെ കയറി വന്ന് നാടകം കളിക്കേണ്ട കാര്യമുണ്ടോ? അമിതമായിട്ട് ആഹാരം കഴിച്ചതിന്റെ ദഹനക്കേട് കൊണ്ടാ പനി വന്നതെന്നാ ഡോക്ടർ പറഞ്ഞു. നിങ്ങളുടെ കുട്ടികളുടെ അസുഖം എന്താണെന്ന് ഡോക്ടർ എഴുതി തന്ന റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ദാ നോക്കണം സർ. സാറ് പോയി ഹോട്ടൽ അടുപ്പിക്കാനുള്ള ആളെയും കൂട്ടി ഇങ്ങ് വാ. സാറിന്റെ പണി ഞാൻ കളയും. നിങ്ങൾ എന്താ കരുതിയത്? ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താത്ത DK റെസ്റ്റോറന്റ് ആയത്. ഇവിടെ കയറി കളിച്ചാലുണ്ടല്ലോ പണി പാലും വെള്ളത്തിൽ കിട്ടും. എന്തേ
കാണണോ? സോറി മാഡം, കുട്ടികൾക്ക് ഫുഡ് ഇൻഫെക്ഷൻ ആയിന്ന് ഇയാള് പറഞ്ഞോണ്ടാ ഞങ്ങൾ കൂടെ വന്നത്. മാഡം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. സർ, ഇയാളും ഭാര്യയും മക്കളും ചേർന്ന് ഇന്നലെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചായിരുന്നു. കുറച്ച് പാഴ്സലും വാങ്ങിച്ചു. കാശ് ചോദിച്ചപ്പോ പോലീസുകാരനാണെന്നും പറഞ്ഞ് ജാട കാണിച്ചു. കാശ് വാങ്ങിയിട്ടാ പിന്നെ ഇയാളെ ഇവിടുന്ന് വിട്ടത്. അതിന്റെ ചുരുക്ക സാറേ കാണിക്കുന്നത്. അല്ലാതെ ഇയാളുടെ കുട്ടിയൊക്കെ ഒരു അസുഖമില്ല. മതി. എന്തൊരു നാണക്കേടാടോ ഇത്. ഇത് കേൾപ്പിക്കാനാണോ താൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? സോറി വേണം, കാണിച്ചു തരാം ഞാൻ. അതെ സാറേ, ഇനിയെങ്കിലും എവിടെയെങ്കിലും ചെന്ന് ആഹാരം കഴിച്ചാ കാശ് കൊടുക്കണം കേട്ടാ. ഹിറ്റ്ലറിനെ വരെ കുപ്പിയിലിറക്കിയ എന്നോടാ ഇവന്മാരുടെയൊക്കെ കളി. അപ്പൊ അവിടെയും പണി പാളി. നാണമില്ലേടോ തനിക്ക് ഇങ്ങനെ തോറ്റു തുന്നം പാടി എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ? സാറേ, ആ പെണ്ണിത്തിരി കട്ടിയാ. ആ പെണ്ണിന്റെ അടുത്ത് ഒരു കളിയും നടക്കില്ല. തുടങ്ങി. അവള് നമ്മൾ വിചാരിച്ച പോലെയല്ല. അവള് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയും കണ്ട് റിപ്പോർട്ട് വാങ്ങിച്ചിട്ടാ വന്നത് സാർ. ശോ, എന്റെ കസിന്റെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോയി. അവളൊരു പെൺപുലിയാ സാർ. നിർത്തണം. അവളുടെ മഹത്വം വിളമ്പാനല്ല തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത്. ആ ഹോട്ടലിൽ മുട്ടിട്ട് വരാനാ. സാറ് പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തതാ. അവൾക്ക് കാഞ്ഞ ബുദ്ധിയാ സാറേ. നമുക്ക് വേറെന്തെങ്കിലും അവൾക്കെതിരെ പ്ലാൻ ചെയ്താലോ? ഇനി തന്റെ ഒരു പ്ലാനും വേണ്ട, ഒരു പുല്ലും വേണ്ട. ഇറങ്ങിപ്പോടും സർ. ഒരു ജ്യോതി എവിടെ തിരിഞ്ഞാലും അവളുടെ മഹത്വം മാത്രം. എന്റെ ആഗ്രഹങ്ങൾക്ക് ബലങ്ങ് തടിയാ നിൽക്കുന്നത് അവൾ ഒറ്റയൊരുത്തിയാ. കൊല്ലും ഞാൻ അവളെ. എങ്ങനെ മാറും? നിങ്ങളുടെ മകള് കാരണം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനക്കേടിന് ആര് സമാധാനം പറയും? കുറിയടിച്ച് കല്യാണം വിളിച്ചു തുടങ്ങി. ബന്ധുക്കളോടും നാട്ടുകാരോടൊക്കെ ഇനി കല്യാണം നടക്കില്ലെന്ന് എങ്ങനെ പറയും? പറഞ്ഞാൽ തന്നെ അതിന്റെ കാരണം ആളുകൾ അന്വേഷിക്കില്ലേ? എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തിരിക്കുക നാട്ടുകാര്. അവരോടൊക്കെ പെണ്ണിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇനി അത് മുടങ്ങാൻ പറ്റില്ല സുധാകരൻ നായരെ. ഈ കല്യാണം നടന്നേ പറ്റൂ. നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയാ ഞങ്ങൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവൾ ഇങ്ങനെ ഉറച്ചൊരു തീരുമാനമെടുക്കുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും മേനോനെ? പറയാവുന്നതിന്റെ അങ്ങേയറ്റം വരെ പറഞ്ഞു നോക്കി. പക്ഷേ അവൾ ആ കടുംപിടുത്തത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതിനൊരു കാരണം വേണമല്ലോ. അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.